ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യന്റെ ആഗ്രഹമോ പ്രേമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ ദയയാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. ദൈവം കരുണ കാണിക്കുമ്പോഴാണ് നമ്മുടെ മേലുള്ള നമ്മളിൽ മേൽ അഭിഷേകങ്ങൾ നമുക്ക് ധാരാളമായിട്ട് ലഭിക്കാൻ പോകുന്നത്. കൈയെടുത്ത് കർത്താൻ നന്ദി പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചയ്ക്ക് കഴിച്ച പോലെ നന്നായി അഭിഷേകം. ഹല്ലേലൂയ. എഫെസോസ് ലേഖനം 2:8-9 വിശ്വാസം വഴി കൃപയാലാണ് രക്ഷപ്പെട്ടത്, നേടിയെടുത്തത് ദൈവത്തിന്റെ ദാനമാണ്. ഈ കൃപ എന്നതുപോലെ ഒരു സൗഖ്യം കിട്ടുന്നു, ഡെലിവറൻസ് സംഭവിക്കും, ബന്ധനം അടിയുന്നു. അപ്പൊ അതിന് കൃപ കിട്ടുന്ന സമയമാണ്. ദൈവത്തിന്റെ കൃപ തോന്നുന്നു. ദൈവവചനം ഒരാൾക്ക് കിട്ടുക, ദൈവകൃപ. അപ്പം ഇതെല്ലാം സൂപ്പർ നാച്ചുറൽ അല്ല, അത് സ്വർഗത്തിൽ നിന്ന് വരുന്ന ഒരു അനുഗ്രഹമാണത്. അത് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ എല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും നമ്മൾ വിട്ടുപോകുന്നത് കാണാൻ പറ്റും. അത് കൈയെഴുതി കർത്താവ് നന്ദി പറഞ്ഞു. അന്നടിയടിച്ച് ഒന്നടിയടിച്ച് പോലെ അഭിഷേകം. ഇവിടെ ഒരു കാര്യം, ഈ കൃപ കിട്ടണമെങ്കിൽ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ കാര്യം, ബൈബിള് പറയുന്ന കൃപ കിട്ടാൻ വേണ്ടി, ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം കിട്ടാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം വേണം? ദൈവപിതാവ് നമ്മളെ ആകർഷിക്കാൻ വേണ്ടി നമുക്ക് എന്ത്? അവിടെയാണ് യെശയ്യാ 66:2 ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കും, എന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ. എന്നിട്ട് പറയുമ്പോ ആത്മാവിൽ, എല്ലാവരും പറഞ്ഞേ, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എളിമയും അനുതാപവും ഉണ്ടാവും. പ്രഭാഷകന്റെ പുസ്തകത്തില് 3-ാം അധ്യായത്തിന്റെ 18, 19, 11 പറഞ്ഞിട്ടുണ്ട്. നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക, അപ്പോൾ നീ ദൈവ കൃപയ്ക്ക് പാത്രമായി തീരും. ഉച്ചത്തിൽ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ.